അപ്പോൾ ലാക്മാർട്ടിൻ്റെ അകത്ത് നിങ്ങളുടെ ഷോപ്പ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലാക്മാർട്ട് പാർട്ട്ണറിൻ്റെ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനൊരു പേജ് ആയിരിക്കും അവിടെ വരിക. ഓക്കെ, ഇങ്ങനൊരു പേജ് വരുമ്പോൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യരുത്. ഇമെയിൽ ഐ ഡിയും പാസ്വേഡൊന്നും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഏറ്റവും താഴെ രജിസ്റ്റർ ഷോപ്പ് എന്നുള്ള ബട്ടൺ കണ്ടില്ലേ, ആ ഒരു രജിസ്റ്റർ ഷോപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്താ പറയുക, ഷോപ്പ് നെയിം കണ്ടില്ലേ, ഷോപ്പിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഷോപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ ഷോപ്പിൻ്റെ പേര് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തേ. ഓക്കെ, നിങ്ങളുടെ ഷോപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ ഒന്നാമത്തെ പേജിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ ഇൻഫർമേഷൻസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ല. അപ്പോൾ ഷോപ്പിൻ്റെ പേര്, ഷോപ്പിൻ്റെ ഫോൺ നമ്പറൊക്കെ ഇവിടെ കൊടുക്കേണ്ടത്. ഇനി ഷോപ്പിനെ വിളിച്ചാൽ കിട്ടുന്ന ഷോപ്പിനായിട്ട് നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഇവിടെ കൊടുക്കുക. ഇനി അങ്ങനത്തെ ഒരു നമ്പർ ഇല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഇവിടെ കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ഷോപ്പിൻ്റെ നമ്പർ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഷോപ്പിൻ്റെ ലോഗോയും ഷോപ്പിൻ്റെ കവർ ഫോട്ടോയും കൊടുക്കാൻ പറയുന്നുണ്ട്. അതിൻ്റെ റേഷ്യോ അവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. 1:1, 3:1 എന്നുള്ള റേഷ്യോ. കറക്റ്റ് ആ ഒരു റേഷ്യോ ഉള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ ഷോപ്പിൻ്റെ ലോഗോയും ഷോപ്പിൻ്റെ ഒരു കവർ ഫോട്ടോയും അവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ അപ്ലോഡ് ലോഗോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഷോപ്പിൻ്റെ ലോഗോ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഷോപ്പിൻ്റെ ലോഗോ കൊടുത്തു. അതേപോലെ തന്നെ കവർ ഫോട്ടോ ഞാൻ കവർ ഫോട്ടോയും കൊടുത്തു. അപ്പോൾ ഇതേപോലെ കവർ ഫോട്ടോയും ഷോപ്പ് ലോഗോയും കൊടുക്കുക. ഇത് നല്ല ഫോട്ടോ കൊടുക്കണം. ഈ ഒരു ഫോട്ടോ എടുക്കും ബാക്കിയുള്ള യൂസേഴ്സ് പ്രോഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ നേരത്തെ അവരുടെ ഫോണിൻ്റെ അകത്ത് ഇങ്ങനെ നിങ്ങളെ സ്റ്റോർ ഈ ഒരു ഫോട്ടോൻ്റെ ഇതിലേക്കാരും കാണുക. അവർക്ക് കാണുന്ന രീതിയിലുള്ള ഫോട്ടോയൊക്കെ ആയിട്ടുണ്ടാവുക. ഇവിടെ കൊടുക്കുന്ന ഫോട്ടോയൊക്കെ അവിടേക്ക് കാണുക. ഇവിടെ ഐലൻഡ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ അവിടെ കിൽട്ടൺ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ മൊഡ്യൂൾ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. മൊഡ്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഷോപ്പ് എന്ത് ടൈപ്പ് ആണെന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇതൊരു പലചരക്ക് കടയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രോസറി സെലക്ട് ചെയ്യണം. നിങ്ങളുടെ ഫുഡ് ആണെങ്കിൽ ഫുഡ് സെലക്ട് ചെയ്യാം. ഇനി അതല്ല അല്ലാത്ത ഇപ്പോൾ ഷോപ്പുകളുണ്ടല്ലോ, ഡ്രസ്സ് അങ്ങനത്തെ പല ഷോപ്പുകൾ വരുന്ന കാറ്റഗറി ആണെങ്കിൽ ഷോപ്പ് തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഗ്രോസറി സെലക്ട് ചെയ്തതിൻ്റെ ഗ്രോസറി ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഈ ഷോപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ട. ഈ ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളുടെ ഷോപ്പ് എവിടെയുള്ള ഷോപ്പിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നോക്കുക. എന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ നിൽക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, ഇവിടെ ഒരു GPS പോലത്തെ സിമ്പിൾ, ആ ഒരു സിമ്പിളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഇവിടെ സെറ്റ് ആവും. അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഇവിടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഷോപ്പിന് ലൊക്കേഷൻ കൊടുക്കുക. എന്നിട്ട് താഴെ ഡെലിവറി ടൈം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ എത്ര സമയം കൊണ്ട് ഒരു യൂസർ ഇപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് ആ ഒരു ഓർഡർ എത്തിച്ച് കൊടുക്കാൻ പറ്റുന്ന സമയമാണ് ചോദിക്കുന്നത്. അപ്പോൾ സെലക്ട് ടൈം എന്ന് കൊടുത്തിട്ട് മിനിമം എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറയാം. ഞാനൊരു 5 മിനിറ്റ് ടു 10 മിനിറ്റ്, എനിക്ക് ഒരു 5 to 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് അവർക്ക് സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ സേവ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് താഴോട്ട് നീക്കുക. അതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കണ്ടില്ലേ ഏറ്റവും താഴെ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആവും. ഈ ഒരു പേജിൽ ഓണറിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്, അതായത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേര് അവിടെ കൊടുക്കുക, നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക. കോൺടാക്റ്റ് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തമായിട്ട്, അതായത് നിങ്ങളെ വ്യക്തിപരമായി കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. നേരത്തെ നിങ്ങൾ അവിടെ നമ്പർ ചോദിച്ചല്ലോ, ഷോപ്പിൻ്റെ നമ്പർ, അവിടെ നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ കൊടുത്താൽ മതി. ഇവിടെയും തന്നെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേറെ നമ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം നമ്പർ തന്നെ ഇവിടെ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്പർ കൊടുത്തതിന് ശേഷം വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഇനി മുകളിൽ ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ വാട്സപ്പ് നമ്പർ എന്നുണ്ടെങ്കിൽ ആ സെയിം നമ്പറിനെ അവിടെ കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് വേറെ വാട്സപ്പ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് വാട്സപ്പ് നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പർ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, ചെറിയൊരു ഗ്രൂപ്പിൽ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് നിങ്ങളുടെ മെയിൽ ഐ ഡി തെറ്റാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു മെയിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക്
ഈ ഒരു ഷോപ്പിൻ്റെ ആപ്പിൽ ലോഗിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ കറക്റ്റ് ആ ഒരു മെയിൽ തെറ്റാണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മെയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 പാസ്വേഡും അവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ റൂൾസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അത് മാച്ച് ആക്കണം നിങ്ങൾ. ഒരു ക്യാപിറ്റൽ ലെറ്റർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം താഴെ അഡ്രസ്സ് ചോദിക്കുന്നില്ല. നിങ്ങളെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നേരത്തെ കൊടുത്ത ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷനാണ്. ഇത് നിങ്ങളുടെ അഡ്രസ്സാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നുള്ളൂ. നിങ്ങളിവിടെ കറക്റ്റ് നിങ്ങളെ വീടിൻ്റെ അഡ്രസ്സ് അവിടെ കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആധാർ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വരുന്നുണ്ട്. കറക്റ്റ് നല്ല ക്ലിയർ ഉള്ളൊരു ഫോട്ടോ നിങ്ങൾ എടുക്കുക ആധാറിൻ്റെ. എന്നിട്ട് ഇവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ട് വേണ്ടിയിട്ട് ഒരു ആധാർ കാർഡിൻ്റെ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നിങ്ങളോട് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ 300 സെലക്ട് ചെയ്തു, ഏറ്റവും ചെറുത്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഏതെങ്കിലും ഒരു പാക്കേജ് സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. ഓരോ പാക്കേജിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, ഫസ്റ്റ് 1 മാസം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് താഴെ സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെറിയ ലോഡിങ് വരുന്നതിന് ശേഷം പുതിയൊരു പേജിലോട്ട് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇവിടെ ഓൺലൈൻ പേ കണ്ടിന്യൂ വിത്ത് 30 ഡേ ഫ്രീ ട്രയൽ എന്നുണ്ട്. ഓൺലൈൻ പേ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട, കാരണം ആൾറെഡി 30 ഡേ ഫ്രീ ട്രയൽ ഉണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിടക്കട്ടെ. എന്നിട്ട് ഏറ്റവും താഴെയുള്ള കൺഫേം എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൺഗ്രാജുലേഷൻ, താങ്ക് യു ഫോർ യുവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും. കണ്ടിന്യൂ ടു ഹോം പേജ് എന്നുള്ള ബട്ടൺ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, വെൽക്കം ടു ലാക്ക് മാർട്ട് ഉണ്ടാവും. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇനി എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഒരു റിക്വസ്റ്റ് കൊടുത്തല്ലോ ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള. ഈ ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള റിക്വസ്റ്റ് ലാക്ക് മാർട്ടിന് പോകും. എന്നിട്ട് ലാക്ക് മാർട്ട് അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യും. ലാക്ക് മാർട്ട് അത് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരും, അപ്രൂവ് ആയി എന്ന് വേണ്ട. അപ്പോൾ ആ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്പിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഷോപ്പിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലത്തെ മെസ്സേജ് വരും, രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി എന്താ പറയുക, ലാക്ക് മാർട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ മെയിൽ വരും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ലാക്ക് മാർട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു മെയിൽ വരും. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൺഗ്രാജുലേഷൻ യുവർ രജിസ്ട്രേഷൻ ഈസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. ഇനി ഇങ്ങനെ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ രജിസ്റ്റർ ആയിന്ന്. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ ലാക്ക് മാർട്ടിൻ്റെ പാർട്ട്ണറിൻ്റെ ആപ്പ്, ലാക്ക് മാർട്ടിൻ്റെ ഷോപ്പിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഒരു ID പാസ്വേഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യാം. ഓക്കെ, ID പാസ്വേഡ് അടിച്ചു കൊടുക്കുക നേരത്തെ രജിസ്റ്റർ ചെയ്ത്. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക, സൈൻ ഇൻ എന്നുള്ള ബട്ടൺ അല്ല, സൈൻ ഇൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഹോം പേജിലോട്ട് വരും.